ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് രുചികരമായ സ്റ്റഫഡ് വെണ്ടയ്ക്ക ഉണ്ടാക്കിയാലോ ഇതുപോലെ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം അല്ലേ? അപ്പോൾ ഓടി വരൂ. ഹായ് ഡിയേഴ്സ്, നമുക്കിന്നൊരു വ്യത്യസ്തമായ വീഡിയോ ചെയ്താലോ? അതിനുവേണ്ടി ഞാൻ കുറച്ച് ഒരു 10-15 നമ്മുടെ മുറ്റാത്ത അത് മസ്റ്റാണ്. അത് ഇളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മുറ്റിയതെടുക്കരുത്. അപ്പം ഞാനത് തിരഞ്ഞ് നോക്കി എടുത്തതാണ് മുറ്റാത്ത വെണ്ടയ്ക്ക. എന്നിട്ടുണ്ടല്ലോ രണ്ടറ്റവും നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഈ സൈഡ് ഒരു സൈഡ് ഇങ്ങനെ കീറിയെടുക്കണം. നമ്മൾ സ്റ്റഫഡ് വെണ്ടയ്ക്ക ഉണ്ടാക്കിയാണ്. സ്റ്റഫഡ് വെണ്ടയ്ക്ക അപ്പം പിളർന്നു പോകാതെ ഈ രണ്ടറ്റവും ഇങ്ങനെ കീറി വെക്കണം. അതുപോലെ ഞാൻ എല്ലാം ഇതുപോലെ കീറി വെച്ചിട്ടുണ്ട്. കണ്ട ഇതുപോലെ കണ്ട എല്ലാം ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എന്നിട്ട് രണ്ടറ്റം പിളർന്നു പോകരുത്. പിന്നെ ഇനി നമുക്ക് അതിന് മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി ചേർക്കാം. എരിവ് കൂട്ടുന്നവരാണെങ്കിൽ സാധാ മുളക് പൊടി ചേർക്കാം. പിന്നെ അതിനകത്ത് ചേർത്തത് ഞാൻ 10 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി, ചെറിയ ഒരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയാണ് ഇതിനകത്ത് നിറയ്ക്കാനുള്ള ഒരു മസാല. അപ്പം നമ്മൾ ഈ വെണ്ടയ്ക്കകത്ത് ഇതെല്ലാം നിറച്ച് വെക്കാം. ഓക്കെ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക ഓരോന്നെടുത്ത് ഞാൻ ഒരെണ്ണം ഫില്ല് ചെയ്ത് നിങ്ങളെ ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതെടുത്ത് ഓരോ കൂട്ടെടുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ നിറച്ച് വയ്ക്കണം. എൻ്റെ മോളാണെന്നുണ്ടല്ലോ, ഇത് ചോറിന് മുമ്പേ ഇതം കഴിച്ചങ്ങ് തീർക്കും. പിന്നെ ചോറിന് അത് കാണത്തില്ല. അവൾ പറഞ്ഞു എൻ്റെ കൂട്ടാനിഞ്ഞ് തന്നേരെ ഞാൻ മുമ്പേറെ കഴിച്ചോളാന്ന് പറയും. അതുകൊണ്ട് അത് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് നമ്മളെ സ്റ്റഫഡ് വെണ്ടയ്ക്ക. നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വെറൈറ്റി ചെയ്ത് എപ്പോഴും നമ്മൾ ഈ വെണ്ടയ്ക്ക ഒരുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുഖം വരത്തില്ലല്ലോ. അപ്പോൾ നല്ലതുപോലെ പേസ്റ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം നല്ലതുപോലെ ഫില്ല് ചെയ്തു. കണ്ടോ എന്തൊരു ഭംഗിയാ കാണാൻ. നല്ല കളറല്ലേ. കാശ്മീരി മുളകായിട്ടാണ് ഈ കളറ് കേട്ടോ. നിങ്ങൾക്ക് സാധാരണ മുളക് യൂസ് ചെയ്യാം. എരിവ് ആവശ്യമുള്ളവർക്കൊക്കെ. അപ്പം ഞാൻ ഇവിടെ അങ്ങനെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കാശ്മീരി മുളക് എടുത്തത്. അപ്പോൾ ഞാനത് കുറച്ച് ഇഞ്ചി എടുത്തു. വെളുത്തുള്ളിയാണ് കൂടുതൽ ഇട്ടത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇത്രയാണ് അതിൻ്റെ കണ്ടന്റ്. ഇതെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് വെച്ച് ഒരു 3 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ച് കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ എല്ലാം ഞാൻ ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു പാൻ എടുത്ത് ചൂടാക്കി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് ഇതാദ്യം മൂത്തിടുക. കൈ പൊള്ളാതെ വേണം ഇടാൻ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് തിരിക്കുക. ഇതുകൊണ്ടാണ് നമുക്ക് മൂക്കാത്ത വെണ്ടയ്ക്ക ഇടണമെന്ന് പറഞ്ഞു. മുറ്റിയ വെണ്ടയ്ക്ക സുഖമില്ല ഇത് കഴിക്കാം. ഇത്രയും കിടക്കട്ടെ. അപ്പം നമ്മളെ സ്റ്റഫഡ് വെണ്ടയ്ക്ക ഞാൻ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ലാസ്റ്റ് ഘട്ടത്തിലേക്കായത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഓക്കെ. നമുക്ക് മൂത്ത് കഴിയുമ്പോൾ എടുത്ത് പ്ലേറ്റ് വെക്കാം. ആദ്യത്തെ സെറ്റ് വെണ്ടയ്ക്ക നമ്മൾ എടുത്ത് കേട്ടോ. സൂപ്പർ. അല്ല ഇപ്പം തന്നെ കോരാൻ ആൾക്കാരും ഇപ്പോൾ കഴിക്കാൻ. ചോറിന് മുമ്പേ ഇത് തീരും. ഓക്കെ. ഹൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ സ്റ്റഫഡ് വെണ്ടയ്ക്ക റെഡിയായി. ഇത് ഈവനിങ് സ്നാക്സിന് നല്ലതാണ് കേട്ടോ. സ്നാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നല്ലതാണ്. അല്ലാതെ നമ്മൾ ചോറിന് മുമ്പ് കഴിക്കുന്നത് ഒരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.